ആഗോള മേനക സംഗമം. ആഗോള മേനക സംഗമം. അത്യന്താധുനികമായുള്ള കാലത്ത് ഗാഡ്ജറ്റ്സുകളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്ത് ആഗോളമായി ചിന്തിക്കാതെ മനുഷ്യർക്ക് ഉയർന്ന അവസ്ഥകളെക്കുറിച്ച് അറിയുവാൻ വളരെ വിഷമം. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തപ്പെട്ടിട്ടുള്ള മേനവന്മാർക്ക് ആഗോള മേനക സംഗമത്തിന് വേദിയൊരുങ്ങുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷിക്കുവാനായിട്ടുള്ള അവസ്ഥ വേറെ എന്താണുള്ളത്? അവിടെയാണ് ഗ്ലോബൽ മേനോൺസ് അസോസിയേഷൻ്റെ പ്രസക്തി ശരിക്കും മനസ്സിലാകും. ബുദ്ധിയുള്ളവർക്ക്, ദീർഘദൃഷ്ടിയുള്ളവർക്ക്, ബുദ്ധിയും ദീർഘദൃഷ്ടിയും ഉള്ളവർക്ക് ലോകം എങ്ങനെയായിരിക്കണമെന്നുകൂടി നിശ്ചയിക്കുവാനായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകും. അതിന് ശക്തി അത്യാവശ്യം. സാധാരണ മനുഷ്യർ കരുതുന്നത് പോലുള്ള ശക്തിയല്ല, ആധ്യാത്മികമായിട്ടുള്ള ശക്തി തന്നെ വേണം. ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ ശക്തി എന്ന് വെച്ചാൽ ധ്യാനത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു ഉയർന്ന അവസ്ഥാ വിശേഷത്തിൻ്റെ കോസ്മിക് കോൺഷ്യസ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്സിനോട് കൂടിയിട്ടുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ ഉള്ളിലെ സോൾ കോൺഷ്യസ്നെസ് ഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയെ പ്രാപിക്കാനായിട്ടുള്ള സർവശക്തിയും ഓരോ സോൾസിൻ്റെ ഉള്ളിലുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെയാണ് ക്രിയേറ്റിവിറ്റിയുടെ ശക്തി ശരിക്കും മനസ്സിലാക്കുന്നത്. അവിടെ ആഗമന വൃത്താന്തം ഒരു ആഭാസമല്ല, അതൊരു പ്രതിഭാസമാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു മനുഷ്യരുടെ നിജ ഉദ്ധാരണ പ്രക്രിയകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആധ്യാത്മിക പ്രവർത്തനങ്ങളും. അപ്പോൾ ആഗോള മേനക സംഗമ വേദിക്കായി ഓരോ സോൾസുകളും ഉണർന്ന് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ദൗത്യവും സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന അവസ്ഥയെ പ്രാപിക്കാനായിട്ടുള്ള അവസരവും ലഭിക്കുന്നു. അവിടെയാണ് ബിസിനസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ എന്ന കൺസെപ്റ്റ് ശരിക്കും ബലവത്താകുന്നത്. ആരുടെയെങ്കിലും യൂണിറ്റി അല്ലാതെ പവർഫുൾ സോൾസിൻ്റെ യൂണിറ്റി, പവർ മാനിഫെസ്റ്റേഷൻ സോൾസ്, പവർ മാനിഫെസ്റ്റേഷൻ കാറ്റഗറീസ്, പവർ മാനിഫെസ്റ്റേഷൻ ഗ്രൂപ്പ്സ് എല്ലാം പവറിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥകളുടെ ഒരു വേല എന്ന് വെച്ചാൽ അതൊരു കളിയല്ല, അത് റെസ്പോൺസിബിൾ റോൾസിനോട് കൂടി ചേർന്ന് ഉണർത്തേണ്ട ഒരു അഭിവാഞ്ച. അവിടെ സോൾസുകൾക്ക് ഉണരാനും ഉയരാനുമായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നതാണ് ഗ്ലോബൽ മേനോൺസ് അസോസിയേഷൻ. നിജരാജ യോഗിക് ഫിലോസഫി ആൻഡ് നിജരാജ യോഗിക് ട്രീ, ഇറ്റ്സ് എ കോസ്മിക് ട്രീ, ഫോറസ്റ്റ് ട്രീ അല്ല. നവനിജ ഊർജ, നിജയോഗ സിസ്റ്റം ഓഫ് എവല്യൂഷൻ, മാനിഫെസ്റ്റേഷൻ എനർജി, bachelor bungalow souls, spinster bungalow souls, elderly bungalow souls, good family domains,
വെജിറ്റേറിയൻ ക്ലബ്. അതെല്ലാം ഗ്ലോബൽ മാനോൺ അസോസിയേഷൻ്റെ സവിശേഷതകളാണ്. പിന്നെ ആധ്യാത്മികമായിട്ടുള്ള ബോധത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള മേനവന്മാരുടെ ചരിത്രം എപ്പോഴും ഉയർന്ന നിലയിലാണ്. കേരളത്തിൽ മാത്രം ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് വിഷു. ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കം. അതാരാണ് ശരിക്കും വിഷുവിൻ്റെ സങ്കല്പവുമായിട്ട് കേരളത്തിൽ അത് പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും ഗ്ലോബൽ മേനോവന്മാരുടെ തറവാടുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഓരോ സംസ്കാരവും അതിൻ്റെതായിട്ടുള്ള ഉയർന്ന അവസ്ഥകളും. ഗ്ലോബൽ മാനോൺസിൻ്റെ പ്രവർത്തനങ്ങൾ വെറും സാംസ്കാരികമായിട്ടുള്ള ബോധം കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതി മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള സാക്ഷാത്കാരത്തിൻ്റെ ബോധത്തോടു കൂടി അവരവരുടെ ദിവ്യത്വത്തെ കണ്ടുപിടിക്കുവാനായിട്ടുള്ള ഉണർവും ഉന്മേഷവും ഊർജവും കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അവിടെ മലയാളികളുടേത് മാത്രമായിട്ടുള്ള ചില ആഘോഷങ്ങൾ മേനവ ഫാമിലീസിനെ മുഴുവനും ഉണർത്തുന്നതും ഉയർത്തുന്നതും ഉത്തരവാദിത്വബോധത്തോടും. Few words only for Misovers, messengers of love and religion of yogic love in it. Highest 3 syllables, luxurious and royal, king will nature, Nijraj yogic life, Nijraj yogic philosophy. I am a business spiritual leader and philosopher. Nijar Spot.